വടശ്ശേരിക്കര കുമ്പളത്തമണ്ണിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ ഒടുവിൽ കൂട്ടിലായിട്ടുണ്ട്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ കടുവ കൂട്ടിലായത്. ഇപ്പോൾ ഈ കടുവയെ ഇവിടുന്ന് മാറ്റി മറ്റ് സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വടശ്ശേരിക്കര കുമ്പളത്തമണ്ണിൽ കടുവ ഇറങ്ങുകയും ജനവാസ മേഖലയിൽ ഇറങ്ങി വളർത്തുമൃഗങ്ങളെ അടക്കം പിടിച്ചുകൊണ്ടുപോയി വലിയ തരത്തിൽ ഭീതി അവിടുത്തെ ആളുകൾക്ക് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇന്നലെ പട്ടാപ്പകൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വളർത്ത് ആടിനെ കടിച്ച് കൊന്ന ഒരു കടുവയാണ്. അതിനുശേഷം വനംവകുപ്പും ഇവിടെ നാട്ടുകാരും തമ്മിൽ ചെറിയ തരത്തിലുള്ള വാക്കുതർക്കം ഉണ്ടാവുകയും ഈ കടുവയെ കൂട് സ്ഥാപിക്കണം എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകിട്ട് ഉച്ചയോടുകൂടി ഇവിടെ കൂട് സ്ഥാപിക്കുകയും ഇന്ന് രാവിലെയോടുകൂടി കടുവ കൂട്ടിലാവുകയുമാണ് ചെയ്തത്. പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരു കടുവയാണ് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഒട്ടും ശൗര്യം ചോരാതെ കടുവ ഇപ്പോഴും ആ കൂട്ടിനകത്ത് തന്നെയുണ്ട്. ഇനിയിപ്പോൾ ഒരു JCB കൊണ്ടുവന്ന് അതുപോലെ തന്നെ DFOയും മറ്റ് വെറ്റിനറി സർജനും അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് വന്ന് ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടത്തും. എന്തായാലും ഇപ്പോൾ ഇന്നലെ നിങ്ങൾ ആടിനെയാണ് നിങ്ങളുടെ എത്ര വളർത്തുമൃഗങ്ങളെ ആ കടുവ ആക്രമിച്ചിട്ടുണ്ട്? 1.5 മാസത്തിനുള്ളിൽ 2 വളർത്തുമൃഗങ്ങളെ, 1.5 മാസം മുമ്പേ നമ്മുടെ ഒരു പോത്തിനെയും ഇന്നലെ രാവിലെ 11:30 നമ്മുടെ ആടിനെ. ഇന്നലെ ഭീതിയൊക്കെ ഒഴിഞ്ഞു, ആശങ്ക ഒഴിഞ്ഞോ? വളരെയധികം സന്തോഷം. ഇന്നിപ്പം പിടിച്ചത് നമുക്ക് വളരെയധികം സന്തോഷം. ഇന്നലെ നമ്മുടെ മെമ്പറും തന്നെ സംയുക്തമായ ഇടപെടൽ കാരണം ഫോറസ്റ്റുകാരുടെയും എല്ലാവരും ഇതൊരു റിസൾട്ട് നമുക്കുണ്ടായത്. വളരെയധികം സന്തോഷം. കടുവ ആന ഇറങ്ങുന്ന പോലെ എല്ലാ കടുവ ഇറങ്ങുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. നമുക്ക് കാണാം, ഈ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ നമ്മൾ പടക്കം എറിഞ്ഞിട്ടായാലും ഓടിക്കാം. ഇതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇന്നലെ പകല് 11:30 നമ്മുടെ പണിക്കാരൻ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനെ പിടിച്ചുകൊണ്ട് പോയത്. അതും ഇവിടെ അല്ല, നമ്മുടെ ഗേറ്റിന്റെ താഴെ. എന്തായാലും ഇങ്ങനെ കടുവയെ ഇവിടുന്ന് കൊണ്ടുപോവുകയാണ്. ഒരു വനമേഖലയാണ്. വനമേഖലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകണം. അവിടുന്ന് അതിനുശേഷം മറ്റു വാഹനങ്ങൾ ക്രമീകരിച്ച് മാത്രമേ ഇതിനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജയൻ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇതിനെ ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നത്. അങ്ങനെ എന്തായാലും കൂട്ടിൽ അകപ്പെട്ട കടുവ പൂർണ്ണ ആരോഗ്യവാനായിട്ട് നിലവിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജയൻ സാറേ, എന്തായാലും ഇതിനെ പരമാവധി വേഗം പുറത്തേക്ക് കൊണ്ടുപോകുക, എത്ര പെട്ടെന്ന് കൊണ്ടുപോകണം.